നമ്മളെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സത്യം യാത്രയ്ക്ക് ചെരുപ്പിടുന്നതിന് മുൻപേ നുണ ഒരു വട്ടം ലോകസഞ്ചാരം പൂർത്തിയാക്കുമെന്ന് പറയുമല്ലോ. യഥാർത്ഥത്തിൽ FCRA ബില്ലിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങളെ ഈ കണക്കുമായി കൂട്ടിക്കെട്ടി ആ പ്രതിഷേധങ്ങളുടെ ഒക്കെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ശ്രമങ്ങളാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ FCRA 2026 അമെൻഡ്മെന്റ് ബില്ലിൽ കണക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2010 FCRA നിയമം അനുസരിച്ച് എല്ലാ വർഷവും ഡിസംബർ മാസം 31 മുൻപ് വാർഷിക റിട്ടേൺ FC4 എന്ന് പറയുന്ന ഫോമിൽ എല്ലാ സന്നദ്ധ സംഘടനകളും വിദേശ സഹായം സ്വീകരിക്കുന്നവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ അംഗീകരിച്ചിട്ടുള്ള കണക്കുകളും ഭാരവാഹികളുടെ ലിസ്റ്റും ഇതെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഡിസംബർ 31 മുമ്പ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ്. അവിടെ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഈ ലൈസൻസ് റദ്ദാക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മൂന്നാമതൊരു കാര്യം, വിദേശ സഹായങ്ങൾ പ്രധാനമായിട്ടും കത്തോലിക്ക സഭയ്ക്ക് വരുന്നത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികർ, അതുപോലെ തന്നെ ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള വിശ്വാസികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അവർ അയച്ചു തരുന്ന സഹായങ്ങളാണ്. ഇങ്ങനെയുള്ള പൈസകളൊക്കെയും സ്വീകരിക്കുന്നത് 2010 നിയമം അനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് മാത്രമാണ്. ഇത് ചെലവഴിക്കപ്പെടുന്നതും അക്കൗണ്ട് ത്രൂ മാത്രം ചെലവഴിക്കപ്പെടണം. അപ്പോൾ അത്ര കർശനമായൊരു മോണിറ്ററിംഗ് സംവിധാനം ഉള്ളതുകൊണ്ട് ചില നുണ ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഈ കണക്ക് ചോദിച്ചതാണ് പ്രതിഷേധത്തിന്റെ കാരണമെന്നുള്ള കുപ്രചരണത്തിന്റെ പിറകിൽ കൃത്യമായൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട് എന്നുള്ളതും നമ്മുടെ ഏത് കാലത്തെയും ധാർമ്മികമായ പ്രതിഷേധങ്ങളെ ഇതിന്റെ പിറകിലുള്ള ഭരണഘടനാ ലംഘനം എന്ന് പറയുന്ന ഗൗരവമായ വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ അതിനോടുള്ള നമ്മുടെ വിയോജിപ്പുകളെ നിർവീര്യമാക്കാം, അല്ലെങ്കിൽ സഭകളെ ഇങ്ങനെ ഒരു കുപ്രചരണം ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് നിശബ്ദരാക്കാമെന്നുള്ള ഒരു കൃത്യമായ അജണ്ട ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.